ഇടുക്കി മൂന്നാർ കൊളുക്കുമലയിലെ ടൂറിസത്തിന് മോട്ടോർ വാഹന വകുപ്പ് വെല്ലുവിളി ഉയർത്തുന്നതായി ആരോപണം. നിസ്സാര കാരണങ്ങൾ നിരത്തി ജീപ്പ് സഫാരി നടത്തുന്ന 40-ലധികം വാഹനങ്ങൾ വിലക്കിയതായാണ് പരാതി. ഓരോ 3 മാസം കൂടുമ്പോഴും ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയാണ് ഇടുക്കി മൂന്നാർ കൊളുക്കുമലയിലേക്ക് സഫാരി നടത്തുന്ന ജീപ്പുകൾക്ക് അനുമതി കൊടുക്കുന്നത്. എന്നാൽ ഈ പരിശോധനകൾ പരിഗണിക്കാതെ നിസ്സാര കാരണങ്ങൾ ചുമത്തി ജീപ്പ് സഫാരിയിൽ നിന്ന് 40-ലധികം വാഹനങ്ങൾ വിലക്കിയതായാണ് പരാതി. പരിശോധനയിൽ കണ്ടെത്തിയ ചെറിയ തകരാറുകൾ പരിഹരിക്കാൻ നിർദ്ദേശിക്കാതെ സഫാരിക്കുള്ള അനുമതി തന്നെ നിഷേധിക്കുകയാണെന്നാണ് ആരോപണം. എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ജൂൺ 2-ാം തീയതി ഒരു 43 പേരെ നിർത്തിച്ചു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഈ കൊളുക്കുമല TTPC ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 5 വർഷമായിട്ടുണ്ട്. 5 വർഷം അന്ന് ഒരു SAP ഉണ്ടാക്കിയത് 2 വർഷം മേലിലുള്ളവർ ഓടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു നിയമം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ തിരക്കില്ലാത്ത സമയത്തിൽ ഈ നിയമം വരും, എന്ത് എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഓടിക്കാൻ പറ്റില്ല. തിരക്കാകുമ്പോൾ ഈ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ആർക്ക് വേണമെങ്കിലും ഓടിക്കാം, ഒരു ചോദ്യം കാണൂല, ഒന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു 1.5 മാസമായിട്ട് ഇവിടെ കുറേ പേര് വീട്ടിലിരിക്കുക, അവർക്ക് വാൽവാധാരം ഇല്ല. കുറേ പേര് അച്ഛനില്ലാത്തവരുണ്ട്, അമ്മയില്ലാത്തവരുണ്ട്. ഞങ്ങളെല്ലാവരും എസ്റ്റേറ്റിൽ ജനിച്ചു വന്ന മക്കളാണ്. ആർക്കും ഇവിടെ കോടിക്കണക്കിന് സ്വത്തൊന്നും ആർക്കും ഇല്ല. ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ടാണ് ദിവസം കഞ്ഞി കുടിച്ച് പോണത്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് ആദ്യം പറഞ്ഞതുപോലെ ഈ 2 വർഷം ഉള്ളവർ ഓടിക്കണമെന്ന് പറഞ്ഞ് ആദ്യം നിയമമുണ്ട്, നിയമത്തിലുള്ള SOP എഴുതിയിട്ടുണ്ട്. 180-ലധികം ജീപ്പുകളാണ് കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തുന്നത്. വിവിധ വകുപ്പുകളും ഡ്രൈവർമാരുടെ കൂട്ടായ്മയും ചേർന്ന് മുൻപെടുത്തിരുന്ന തീരുമാനങ്ങളിൽ പലതും കൂടിയാലോചിക്കാതെ പരിഷ്കരിച്ചതായും ആരോപണമുണ്ട്. 2 വർഷത്തെ ഡ്രൈവിംഗ് പരിചയം എന്നത് 5 വർഷമായി ഉയർത്തി. ഉടമസ്ഥനല്ലാതെ മറ്റാരും വാഹനം ഓടിക്കരുതെന്ന നിർദ്ദേശവും മുമ്പോട്ട് വച്ചതായും ഡ്രൈവർമാർ പറയുന്നു. ഇതോടെ നിരവധി കുടുംബങ്ങളുടെ ഉപജീവന മാർഗവും പ്രതിസന്ധിയിലായി. ഇന്ന് ഒരു 45 വണ്ടി നിർത്തിയായിരുന്നു. എന്നാന്ന് ചോദിക്കുമ്പോൾ ചെറിയ കല്ലൊക്കെ അടിച്ച് ടയറൊക്കെ പൊട്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി അങ്ങനെ കാരണം കാട്ടി വണ്ടി നിർത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ചിന്നക്കല്ല പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ഇതുപോലെ അങ്ങനെ സംഭവിച്ചു, ആദ്യം ഞങ്ങളെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു. നേരത്തെ 2 കൊല്ലം ഓടിച്ച ഡ്രൈവർ മാത്രം മതി എന്നാണ് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ആദ്യം പറഞ്ഞു 5 കൊല്ലം വേണം, സർവീസ് ആണെങ്കിൽ 5 കൊല്ലം ഉണ്ടെങ്കിൽ മാത്രം ഓടിക്കാൻ പറഞ്ഞു. ശരി സമ്മതിക്കുമ്പോൾ PCC സർട്ടിഫിക്കറ്റ് മേടിച്ച് ചോദിക്കാൻ പറഞ്ഞു. ആ PCC സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കണ്ടി ഓടില്ല, ഈ കൊളുക്കുമല വണ്ടി ഓടുന്നത്. അപ്പം ഈ കൊളുക്കുമല ഓടുമ്പോൾ ഞങ്ങൾ ഈ PCC ഇല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടല്ലോ, അത് ചോദിച്ചാൽ പോരെ, PCC സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു പറഞ്ഞു. ഇതൊക്കെ മേടിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു സത്തായിട്ട് പ്രശ്നത്തിൽ പോകും. ഈ കൊളുക്കുമല നമ്പിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ നിർത്താനുള്ള സമാധാനം ആകുകയാണെങ്കിൽ ഇത് ഇച്ചിരി വലിയതായിട്ട് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ചിന്നക്കനാലിലെ ടൂറിസം തകർക്കാനുള്ള മനഃപൂർവ്വമായ ഇടപെടലുകളുടെ തുടർച്ചയായാണ് ഡ്രൈവർമാർക്ക് അനുമതി നിഷേധിക്കുന്നതെന്നാണ് പഞ്ചായത്തിന്റെ ആരോപണം. ആനയിറങ്കലിലെ ബോട്ടിംഗ് നിസ്സാര കാരണങ്ങളുടെ മറവിൽ നിരോധിച്ചു. കൊളുക്കുമല ടൂറിസത്തിനെതിരെയും ഗൂഢനീക്കം നടക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് വിലക്കിയ മുഴുവൻ ജീപ്പുകളും അടുത്ത ദിവസം മുതൽ സർവീസ് നടത്തുമെന്നും പഞ്ചായത്ത് വ്യക്തമാക്കി. നിലവിൽ ഇവരെല്ലാം ഇപ്പോഴീ വണ്ടി ഓടിച്ച് 2 വർഷമല്ല, 5 വർഷം കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഈ റൂട്ടിൽ തന്നെ ഡ്രൈവിംഗ് പഠിച്ച് ഇവർ ഓടിച്ച് ഉപജീവനമാർഗ്ഗം നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വരുന്നത് കൊണ്ട് നിരന്തരം പഞ്ചായത്തിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഏതായാലും കമ്മിറ്റി കൂടുന്നവരെ ഇവർ ഈ നിരന്തരം ഓടിച്ച ഡ്രൈവർമാരെല്ലാം നാളെ മുതൽ വണ്ടി അങ്ങ് ഓടിച്ച് അവർ ഉപജീവനമാർഗ്ഗത്തിന് തടസ്സമില്ലാണ്ട് ഇവിടെയുള്ളവർ ജീവിക്കട്ടെ. മറ്റ് മേഖലകളിൽ എന്തോ ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢ ഉദ്ദേശങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോട്ടിംഗ് വരെ നിർത്താനായിട്ട് മറ്റുള്ള ഡാമുകളെല്ലാം വരിച്ചു നോക്കി. റിസർവ് വനത്തിൽ ഇരിക്കുന്ന തേക്കടി പോലും ബോട്ടിംഗ് നടത്തുന്നുണ്ട്. നമ്മുടെ ചിന്നക്കനാൽ പഞ്ചായത്തിൽ ആ ബോട്ടിംഗ് ആദ്യം നിരോധിച്ചു കളഞ്ഞു. അതുപോലെ ആ ഏക ആശ്രയം ടൂറിസ്റ്റിനെ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൊളുക്കുമല മാത്രമാണ്. ആ കൊളുക്കുമലയിൽ ഇപ്പം ഇങ്ങനെ ഡ്രൈവർമാർ പോകാൻ പാടില്ലാത്ത രീതിയിൽ നിരന്തരം തടസ്സമുണ്ടാക്കി. എങ്കിൽ ഇതുവരെ ഒന്ന് ശ്രദ്ധപ്പെടേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവിടെ അപകടങ്ങളുണ്ടായി ഒരു മരണപ്പെടുകയോ മറ്റാരും യാതൊരുവിധ പരിക്കുകൾ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഡ്രൈവർമാരെല്ലാം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരിങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാണ് എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നാളെ മുതൽ ഇനി അടുത്ത കമ്മിറ്റി കൂടുന്നവരെ അടുത്ത കമ്മിറ്റിയിൽ തീരുമാനം ഉണ്ടാക്കാം. അപ്പോൾ അതുവരെ ഓടിക്കൊണ്ടിരുന്നവരെല്ലാം ഓടട്ടെ എന്ന് തന്നെയാണ് പഞ്ചായത്തിന്റെയും എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പ്രതിഷേധത്തിന്റെ ഭാഗമായി ജീപ്പ് സഫാരി നടത്തുന്ന ഡ്രൈവർമാർ ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ നിലവിലെ നടപടികൾ പിൻവലിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഡ്രൈവർമാരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി.